ഹായ് ഓൾ. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് കപ്പിൾഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും കപ്ലിംഗ് കോഎഫിഷ്യൻ്റൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഫസ്റ്റ് സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് നമ്മൾ ഓൾറെഡി ഇൻഡക്റ്റൻസ് പഠിച്ചു. എന്താണ്? പ്രോപ്പർട്ടി ടു ഓപ്പോസസ് ദി ചേഞ്ച് ഇൻ കറണ്ട്, അതാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നോക്കാം. അതുപോലെ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു. എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതുപോലെ നമ്മൾ ലെൻസസ് ലോ പഠിച്ചു. എന്താണ്? ലെൻസസ് ലോ ഗിവ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയും. അപ്പോൾ ലെൻസസ് ലോ എന്താണ് പറയുന്നത്? നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അതായത് ദാറ്റ് ഓപ്പോസസ് ദി കോസ് വിച്ച് പ്രൊഡ്യൂസ്ഡ്, അതാണ് ലെൻസസ് ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ്. ദെർഫോർ കൺസിഡർ എ കോയിൽ ക്യാരിയിങ് കറണ്ട്. അപ്പോൾ ഈ ഒരു കോയിലുണ്ട്. അപ്പോൾ ഈ കോയിലിൽ കറണ്ട് ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതുവഴി കറണ്ട് ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കറണ്ട് ആയി ഫ്ലോ ചെയ്യുമ്പം ഈ കോയിലിൽ എന്തുണ്ടാവും? ഒരു ഫ്ലക്സ് ഫൈ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ദാറ്റ് ഈസ് ഫ്ലക്സ് ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഐ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു കെ, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ എന്ന് എഴുതി. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. Therefore phi is equal to k into I. ഇനി എന്ത് ചെയ്യും? നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അല്ല, ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷന് ഫൈ ഈസ് ഈക്വൽ ടു കെ എന്നുള്ള ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്തിനാണ്? നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ദാറ്റ് ഈസ് ഡി ഫൈവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ഫൈവ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഡി ഐ ബൈ ഡി ടി. ഒക്കെ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ദെർഫോർ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്കറിയാം എന്താണ്? ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നറിയാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എടുത്തു. വി ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. ഇനി ഡി ഫൈവ് ബൈ ഡി ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? കെ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കെ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു കെ, മൈനസ് എൻ കെ ഡി ഐ ബൈ ഡി ടി എന്നുണ്ട്. ഇനി കെ എന്ത് ചെയ്തു? ഈ ഒരു എക്സ്പ്രഷനിൽ കെ ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ഐ എന്നറിയാം നമുക്ക്. അതുകൊണ്ട് കെക്ക് പകരം ഫൈവ് ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore v is equal to minus n into 5 into di by dt, 5 by i into di by dt എന്ന് കിട്ടി, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? n 5 by i, n 5 by i എന്നുള്ളൊരു ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? l എന്ന് എഴുതി. ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു, ഇ അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് കിട്ടി. അതായത് ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദിസ് എൽ ഈസ് കോൾഡ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ എല്ലിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എൽ ഈസ് ഈക്വൽ ടു എൻ ഫൈവ് ബൈ ഐ, വേർ എൻ ഈസ് ദി number of turns, phi is the flux, I is the current. ഇതാണ് സെൽഫ് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു എൻ ഫൈവ് ഇൻറ്റു ഐ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതായത് ഒരു കോയിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ആ ഒരു ചേഞ്ച് ഇൻ കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ,
ക്ലിയർ അല്ലേ? അപ്പോൾ അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോയിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഇതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? ഇനി മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കോയിലിൽ കറണ്ട് ഫ്ലോയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മറ്റൊരു കോയിലിൽ അതിൻ്റെ അതുമായിട്ട് അടുത്തിരിക്കുന്ന വേറൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൺ കോയിൽ ലിങ്ക്സ് വിത്ത് അതർ കോയിൽ പ്ലേസ്ഡ് ക്ലോസ് ടു ദി ഫസ്റ്റ് കോയിൽ. അതായത് ഈ ഒരു കോയിലുണ്ട്, ഫസ്റ്റ് കോയിലുണ്ട്, സെക്കൻഡ് കോയിലുണ്ട്. അപ്പം ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് വൺ കോയിൽ. അപ്പോൾ ഈ ഫസ്റ്റ് കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് സെക്കൻഡ് കോയിൽ ഉള്ളതെങ്കിൽ, അതായത് പ്ലേസ്ഡ് ക്ലോസ് ടു ദി ഫസ്റ്റ് കോയിൽ എന്തുണ്ടാവും? ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡ് കോയിൽ. ഓക്കെ, EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡ് കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് കോയിൽ. അതായത് ഫസ്റ്റ് കോയിലിൽ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പം അതിൻ്റെ ക്ലോസ് ആയിട്ടാണ് സെക്കൻഡ് കോയിൽ ഉള്ളതെങ്കിൽ സെക്കൻഡ് കോയിലിൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഈ I1 എന്നുള്ള കറണ്ട് ഈ ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ∅1 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ I1ൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പം ഫ്ലക്സ് ∅1ൽ അത് ചേഞ്ച് വരും. അപ്പോൾ ഈ തന്നെയാണ് ∅1 എന്നുള്ള ഫ്ലക്സ് L2 എന്നുള്ള L2 അല്ല സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം ∅1 ചേഞ്ച് ചെയ്യുമ്പം എന്ത് ചെയ്യും? നമ്മുടെ സെക്കൻഡ് കോയിലിലും ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് കോയിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതാണെന്ത്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചതാണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നോക്കാം. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ എവിടെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ∅2 ഈസ് പ്രൊപ്പോർഷണൽ ടു I1. അതായത് I1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലുള്ള കറണ്ടാണ്. അതായത് ഫസ്റ്റ് കോയിലിൽ കറണ്ട് പോകുമ്പോൾ സെക്കൻഡ് കോയിലുമായിട്ടൊരു ഫ്ലക്സ് ലിങ്കേജിലൊരു ചേഞ്ച് വരും. അതുകൊണ്ടാണ് സെക്കൻഡ് കോയിലുണ്ടാകുന്ന ഫ്ലക്സ് ∅2 ഈസ് പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് കോയിലുള്ള കറണ്ട് I1 എന്ന് എഴുതിയത്. ഓക്കെ, ഇഫ് കറണ്ട് I1 ഫ്ലോസ് ഇൻ കോയിൽ 1, ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് പാർട്ട് ഓഫ് ദിസ് ഫ്ലക്സ് ലിങ്ക്സ് കോയിൽസ് 2. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്, അതായത് എല്ലാ ഫ്ലക്സും കോയിൽ 2 നോക്കുക. ഈ ഫിഗർ നോക്കുക. ഇവിടെ ഇതൊരു ഫ്ലക്സിൻ്റെ ഒരു ഫിഗറാണ്. ഇത് രണ്ടാമത്തെ ഫ്ലക്സ്. അപ്പോൾ 2 ഫ്ലക്സ് ലൈൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിലെ മൊത്തം ഫ്ലക്സും L2 ലിങ്ക് ചെയ്യുന്നില്ല, നേരെ മറിച്ച് പാർട്ട് ഓഫ് ദി ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് കോയിൽ 2. അപ്പോൾ ∅2 ഈസ് പ്രൊപ്പോർഷണൽ ടു I1. therefore ∅2 by I1 is equal to K. therefore ∅2 is equal to K into I1. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് d∅, നമ്മൾ ഡെറിവേഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഡെറിവേഷൻ എടുത്തു. d∅2 by dt is equal to K into dI1 by dt. ഇനി അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ എന്താണ്? ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ദാറ്റ് ഈസ് E is equal to -n d∅ by dt. അപ്പം ഇവിടെ നമ്മൾ V2 എന്നെടുത്തു. V2 is equal to -N2. അതായത് സെക്കൻഡ് കോയിലിലാണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. therefore V2 is equal to N2 into d∅2 by d2. that is equal to -N2 d∅2 by dt ക്ക് പകരം നമുക്കിവിടെ എന്ത് കിട്ടി? K into dI1 by dt എന്ന് കിട്ടി. അപ്പം K into dI1 by dt എന്ന് എഴുതി. that's equal to -N2. K എന്താണ്? K is equal to ∅2 by I1 ആണ്. അപ്പം -N2 ∅2 by I1 dI1 by dt എന്ന് എഴുതി. that's equal to -M dI1 by dt. therefore this M is equal to എന്താണ്? N2 ∅2
N2 ഡിവൈഡ് ബൈ I1 ആണ്. N2 Phi2 ബൈ I1 ആണ്. ഓക്കെ, അതായത് നേരത്തെ N1 Phi1 ബൈ I1 ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് L. ഇവിടെ N2 Phi2 ഡിവൈഡ് ബൈ I1 ആണ്. അതായത് ഫസ്റ്റ് കോയിലിൽ കറണ്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സെക്കൻഡ് കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, therefore this M is equal to N2 Phi2 by I1 is called coefficient of mutual inductance. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്, ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ ഇപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞു, എന്താണ് ഇവിടെ ഫസ്റ്റ് കോയിലിൽ നമ്മൾ കറണ്ട് I1 ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോയിലൊരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സാണ് സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോയിലുള്ള ഫ്ലക്സ്, ഫസ്റ്റ് കോയിലിൽ ഒരു 100 വെബർ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിലിപ്പം പകുതി 50 വെബർ ഫ്ലക്സാണ് നമ്മുടെ സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നു വിചാരിക്കുക അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മുടെ എത്രത്തോളം ഫ്ലക്സ് ഫസ്റ്റ് കോയിലിൽ ഉണ്ടാവുന്ന എത്രത്തോളം ഫ്ലക്സ് സെക്കൻഡ് കോയിലിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു റേഷ്യോനെയാണ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഹയർ എന്ന് പറയുന്നത് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലക്സും സെക്കൻഡ് കോയിലായിട്ട് ലിങ്ക് ചെയ്യും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ലോ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കോയിലുള്ള ഫ്ലക്സിൻ്റെ വെരി സ്മോൾ പെർസെൻറ്റേജ് മാത്രം സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. The coefficient of coupling K between coil is defined as fraction of magnetic flux produced by the fraction of magnetic flux produced by the current in one coil that links the other. അതായത് എത്രത്തോളം ഫ്ലക്സ് അടുത്ത കോയിലിനെ ലിങ്ക് ചെയ്യും, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ 2 coils having number of turns N1 and N2 respectively. When a current I1 flows in coil 1 and is changing, an EMF is induced in coil 2. അപ്പോൾ നമ്മൾ ഓൾറെഡി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞു. അപ്പം I1-ലൊരു ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ കോയിൽ 2-ലുണ്ടാവുന്ന ഫ്ലക്സാണ് N2 Phi2 by I1 അല്ലേ. therefore ഇനി നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് K1 is equal to Phi2 by Phi1, അതായത് റേഷ്യോ ഓഫ് ഫ്ലക്സ് Phi2 by Phi1 എന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. K is equal to Phi2 by Phi1. therefore Phi2 is equal to K into Phi1 എന്ന് എഴുതാം അല്ലേ. K into Phi1 എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി M is equal to N2 Phi2 by I1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ N2 Phi2 by I1 അല്ല, N2 Phi2 by I1. അപ്പം M is equal to N2 Phi2-ന് പകരം എന്തെഴുതി? N2 Phi2-ന് പകരം K1 into Phi1 എഴുതി. Phi2-ന് പകരം K1 into Phi1 എഴുതി. N2 K1 Phi1 by I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് which is equal to എന്ത് കിട്ടി നമുക്ക്? ഓക്കെ, M is equal to N2 K1 Phi1 by I1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ if the current I2 is flowing in coil 2, അതായത് നമ്മൾ രണ്ടാമത്തെ കോയിലില്ലേ, രണ്ടാമത്തെ കോയിലിൽ ഒരു കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോയിൽ I2 ഫ്ലോ ചെയ്യുമ്പം രണ്ടാമത്തെ കോയിലൊരു ഫ്ലക്സ് Phi2 ഉണ്ടാവും. ഈ Phi2 എന്ത് ചെയ്യും? ഇത് ഫസ്റ്റ് കോയിലായിട്ട് ലിങ്ക് ചെയ്യും, അല്ല ഒരു പാർട്ട് ഫസ്റ്റ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കോയിലിൽ ഒരു EMFഉം ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടി. M is equal to N2 K1 Phi1 I1 കിട്ടി, കാരണം I1-ലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട്. ഇനി നെക്സ്റ്റ് I2-ലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന
മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M is equal to എന്തായിരിക്കും N1 ∅1/I2 ദാറ്റ് ഈസ് N1 ∅1/I2 അതായത് സെക്കൻഡ് കോയിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കൊണ്ട് അല്ലെങ്കിൽ കറണ്ട് കൊണ്ട് ഫസ്റ്റ് കോയിലുണ്ടാകുന്ന ഫ്ലക്സ് ആണ് ∅1 ദാറ്റ് ഈസ് N1 ∅1/I2 N1 ∅1/I2 ആണ്. therefore നമ്മൾ K ഓൾറെഡി എന്താണ് ∅2/∅1 എഴുതിയിട്ടുണ്ട്. അപ്പം K1 ആണ് ∅2/∅1 എഴുതിയത്. ഇനി K2 എന്നുള്ള അടുത്തൊരു കോൺസ്റ്റൻ്റ് എടുത്തു. അതെന്താണ് ∅1/∅2 അതായത് ∅1/∅2 ആണ് അടുത്ത കോൺസ്റ്റൻ്റ് K2. therefore K2 is equal to ∅1/∅2. therefore ∅1 ഇതിൽ നിന്ന് ∅1 എന്ത് കിട്ടി K2 into ∅2 എന്ന് കിട്ടി. therefore M is equal to എന്താണ് N1 ∅1 പകരം K2 ∅2/I2. അപ്പോൾ നോക്കുക ഫസ്റ്റ് കോയിലിലെ കറണ്ട് കൊണ്ട് സെക്കൻഡ് കോയിലിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് N2 K1 ∅1/I1. അതുപോലെ സെക്കൻഡ് കോയിലുണ്ടാവുന്ന കറണ്ട് ചേഞ്ച് കൊണ്ട് ഫസ്റ്റ് കോയിലുണ്ടാവുന്ന എഫക്റ്റാണ് M is equal to N1 K2 ∅2/I1. ഓക്കെ അല്ലേ? ഇതും രണ്ട് ഇക്വേഷൻസ് നോക്കാം. ഇനി എന്ത് ചെയ്തു ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം M മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M² കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് K1 K2 രണ്ടിടം K1 K2 ഉണ്ട്. പിന്നെ N1 ∅1/I1 N2 ∅2 അങ്ങനെ എഴുതി കൂടെ. ഇതെന്താണ് N2 K1 ∅1/I1 ഇൻറ്റു എന്താണ് N1 K2 ∅2/I2 അല്ലേ? അപ്പം നമുക്കിതിൽ ഈ N2ഉം ഇവിടുത്തെ ∅2ഉം ഇവിടുത്തെ I2 അതൊന്നിച്ച് എഴുതി. അതാണ് N2 ∅2/I2. അതുപോലെ ഇവിടുത്തെ N1 ഇവിടുത്തെ ∅1 ഇവിടുത്തെ I1 N1 ∅1/I1 ഒന്നിച്ച് എഴുതി. ഓക്കെ അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതി K1 into K2 N1 ∅1/I1 എന്താണ് N1 ∅1/I1 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എല്ലാണ്. therefore നമ്മളതിനെ എന്ത് എഴുതി L1 എഴുതി. അതുപോലെ N2 ∅2/I2 L2 ആണ്. therefore M is equal to K into root of M² ആണ് നമുക്ക് കിട്ടിയത്. therefore K² ഉണ്ട് M² is equal to K² ഉണ്ട് L1 L2 എന്ന് കിട്ടി. therefore M is equal to K into root of L1 L2 K into root of L1 L2 എന്ന് കിട്ടി. ഓക്കെ ക്ലിയർ അല്ലേ? therefore coefficient of where K is the coefficient of coupling, therefore K is equal to M mutual inductance M divided by root of L1 L2. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. അപ്പോൾ ഫിസിക്കലി കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് മീൻ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ∅1 ആണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ∅2നെ ലിങ്ക് ചെയ്യും. അപ്പോൾ K ടൈംസ് ∅1 ആയിരിക്കും എന്ത് ∅2 അല്ലേ? K ടൈംസ് K എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്. K ഇൻറ്റു ∅1 ആയിരിക്കും ∅2. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ ഇനി നമുക്ക് ഇൻഡക്റ്റൻസ് ഇൻ സീരീസ് അവിടെ ഡോട്ട് കൺവെൻഷൻ ഇത്രയും കാര്യങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം.